വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക്. ഒരു ഇംഗ്ലീഷ് വെർബിന് ആകെ 4 ഫോംസേ ഉള്ളൂ. പ്രസന്റ് സിമ്പിൾ, പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പ്രസന്റ് പാർട്ടിസിപ്പിൾ അഥവാ ING ഫോം. ഈ 4 ഫോംസ് ഉപയോഗിച്ച് നമുക്ക് പറയാവുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് പരിധിയുണ്ട്. നമ്മുടെ ഭാഷയിലൊന്നും അങ്ങനെയല്ല. ഇപ്പം മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ പോവുക എന്ന വെർബിന്റെ കാര്യം എടുക്കാം. നമുക്ക് അതിന് ചില മാറ്റങ്ങൾ വരുത്തി ഒരുപാട് കാര്യങ്ങൾ പറയാൻ സാധിക്കും. പോയി, പോവും, പോവണം, പോവാമായിരുന്നു, പോവേണ്ടതായിരുന്നു, പോയില്ല, പോവരുതായിരുന്നു, ഇങ്ങനെ എല്ലാം പറയാൻ സാധിക്കും. ഇംഗ്ലീഷിൽ പക്ഷെ നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? ഗോ എന്ന വെർബിന്റെ 4 ഫോംസ് ഉപയോഗിച്ച് നമുക്ക് ഇംഗ്ലീഷിൽ ഇത്രയും കാര്യങ്ങൾ പറയാൻ സാധിക്കില്ല. അപ്പം നമ്മളിത് എങ്ങനെയാ പറയുന്നത്? അതിനാണ് നമ്മൾ മോഡൽ വേർബ്സ് യൂസ് ചെയ്യുന്നത്. മോഡൽ വേർബ്സ് എന്ന് പറയുമ്പോൾ ഹെൽപ്പിംഗ് വേർബ്സ് ആണ്. അവർക്ക് തനിച്ചൊരു നിലനിൽപ്പില്ല. ഒരിക്കലും മോഡൽ വേർബ്സിന് തനിച്ച് നിൽക്കാൻ കഴിയില്ല. എപ്പോഴും അതിനുശേഷം മറ്റേതെങ്കിലും ഒരു വെർബ് ഉണ്ടായിരിക്കും. മോഡലിന് ശേഷം വരുന്ന വെർബ് എല്ലായ്പ്പോഴും അതിന്റെ ബേസിക് ഫോമിലായിരിക്കും. അതായത് V1 ആയിരിക്കും. സബ്ജക്റ്റ് സിംഗുലർ ആയാലും നമ്മൾ ആ വെർബിന്റെ കൂടെ S ആഡ് ചെയ്യില്ല. അതുപോലെ തന്നെ മോഡൽ വേർബ്സ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഡു, ഡസ്, ഡിഡ് അതൊന്നും ഉപയോഗിക്കില്ല. മോഡൽ വെർബിന് ശേഷം നോട്ട് ഉപയോഗിച്ചാണ് നെഗറ്റീവ് സെന്റൻസസ് ഉണ്ടാക്കുന്നത്. ആ മോഡൽ വെർബിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. മോഡൽ വേർബ്സിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പും പല ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് എല്ലാ മോഡൽ വേർബ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഗോ എന്ന വെർബിന്റെ കൂടെ മോഡൽ വേർബ്സ് ഉപയോഗിക്കുമ്പോൾ ആ സെന്റൻസിന്റെ മീനിങ്ങിൽ വരുന്ന ഡിഫറൻസ്, അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഞാൻ മലയാളത്തിൽ കുറച്ച് സെന്റൻസസ് പറയും, എന്നിട്ട് അതിനെ ഇംഗ്ലീഷിലേക്ക് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്ന് നോക്കും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാം. ലെസൺ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കാണും. നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയുമെന്നെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വെർബാണ് ക്യാൻ. എനിക്ക് പാർട്ടിക്ക് പോവാൻ കഴിയും. ഐ ക്യാൻ ഗോ ടു ദ പാർട്ടി. പാർട്ടിക്ക് പോവുക എന്നുള്ളതിന് ഗോ ടു ദ പാർട്ടി എന്നാണ് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ടു ആണ്. ഐ ക്യാൻ ഗോ ടു ദ പാർട്ടി. എനിക്ക് പാർട്ടിക്ക് പോവാൻ കഴിയും. ഈ സെന്റൻസിനർത്ഥം എന്നെ അതിൽ നിന്ന് തടയാൻ കഴിയുന്ന ഒരു ഫാക്ടറും അവിടെ ഇല്ല എന്നാണ്. എനിക്ക് അത് പൂർണ്ണമായും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മറ്റ് തടസ്സങ്ങളൊന്നും തന്നെയില്ല. ഐ ക്യാൻ ഗോ ടു ദ പാർട്ടി. എനിക്ക് പാർട്ടിക്ക് പോവാൻ കഴിയില്ല. കഴിയില്ല എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് കനോട്ട് ആണ്, അല്ലെങ്കിൽ കാൺ എന്ന് പറയും. ഐ കനോട്ട് ഗോ ടു ദ പാർട്ടി. ഇത് നമ്മൾ എഴുതുന്ന സമയത്ത് ഒരു വാക്കായിട്ടാണ് എഴുതുന്നത്. ഐ കനോട്ട് ഗോ ടു ദ പാർട്ടി അല്ലെങ്കിൽ ഐ കാൺ ഗോ ടു ദ പാർട്ടി. എനിക്ക് പാർട്ടിക്ക് പോവാൻ കഴിയില്ല. ഇതെങ്ങനെയാ പറയാം? എനിക്ക് വേണമെങ്കിൽ പാർട്ടിക്ക് പോവാൻ കഴിയും, പക്ഷെ എനിക്ക് അത്ര താല്പര്യമില്ല. നമ്മൾ ക്യാൻ ഉപയോഗിച്ച ഒരു കാര്യം പറയുമ്പോൾ അതിനർത്ഥം നമുക്കത് ചെയ്യാനുള്ള കഴിവുണ്ട്, നമ്മളെ അതിൽ നിന്ന് തടയുന്ന സാഹചര്യങ്ങളൊന്നും അവിടെ ഇല്ല എന്നാണ്. ഐ ക്യാൻ ഗോ ടു ദ പാർട്ടി. എനിക്ക് പാർട്ടിക്ക് പോവാൻ കഴിയും, തടസ്സങ്ങളൊന്നുമില്ല. ഇവിടെ നമുക്ക് എന്താ പറയേണ്ടത്? എനിക്ക് വേണമെങ്കിൽ പാർട്ടിക്ക് പോവാൻ കഴിയും, പക്ഷെ എനിക്ക് അത്ര താല്പര്യമില്ല. ഇത്തരം ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ ക്യാൻ അല്ല നമ്മൾ നോർമലി യൂസ് ചെയ്യുക, മറിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് കുഡാണ്. കുഡ് നമ്മൾ ക്യാനിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഓക്സിലറി ആണ്. പക്ഷെ കുഡിന് എല്ലായ്പ്പോഴും ഒരു പാസ്റ്റ് മീനിങ് ഇല്ല, അത് ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ കുഡ് ഉപയോഗിക്കുന്നത് പാസ്റ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല, ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി തന്നെയാണ്. എനിക്ക് വേണമെങ്കിൽ പാർട്ടിക്ക് പോവാൻ കഴിയും. ഐ കുഡ് ഗോ ടു ദ പാർട്ടി. പക്ഷെ എനിക്ക് അത്ര താല്പര്യമില്ല. താല്പര്യമില്ല എന്ന് പറയാൻ, നമുക്കൊരു കാര്യം ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയാൻ ഐ എം നോട്ട് കീൻ എന്ന് പറഞ്ഞാൽ മതി. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? ഐ എം നോട്ട് കീൻ. ഐ കുഡ് ഗോ ടു ദ പാർട്ടി ബട്ട് ഐ എം നോട്ട് വെരി കീൻ. പക്ഷെ എനിക്ക് അത്രയും താല്പര്യമില്ല. ഐ എം നോട്ട് വെരി ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്നതിൻ്റെ ഏകദേശം അതേ മീനിങ് തന്നെയാണ് ഐ എം നോട്ട് വെരി കീൻ എന്ന് പറയുമ്പോഴും. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയുമെങ്കിലും അത് ചെയ്യാനുള്ള സാധ്യത കുറവാകുമ്പോൾ നമുക്ക് കുഡ് ഉപയോഗിക്കാം. ക്യാൻ അല്ല അവിടെ ഉപയോഗിക്കുന്നത്. ക്യാൻ ഉപയോഗിക്കുന്നത് 100% കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ഐ കുഡ് ഗോ ടു ദ പാർട്ടി ബട്ട് ഐ എം നോട്ട് വെരി കീൻ. എനിക്ക് പാർട്ടിക്ക് പോവാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയൊരു സംഭവമാണ്, പൂർത്തിയായ ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാൻ അല്ല, കുഡാണ്. ഐ കുഡ് നോട്ട് ഗോ ടു ദ പാർട്ടി. ഐ കനോട്ട് ഗോ ടു ദ പാർട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് പോവാൻ കഴിയില്ല എന്നാണ്. കഴിഞ്ഞില്ല എന്ന് പറയാൻ ഐ കുഡ് നോട്ട് ഗോ ടു ദ പാർട്ടി. ക്യാനിന്റെ പാസ്റ്റ് ടെൻസായി നമ്മൾ ഉപയോഗിക്കുന്ന വെർബാണ് കുഡ്. പക്ഷെ എല്ലായ്പ്പോഴും കുഡിന് പാസ്റ്റ് മീനിങ് ഇല്ല. പലപ്പോഴും നമ്മൾ അതിനെ പ്രസന്റിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയും ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയും ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ കുഡ് ഉപയോഗിച്ചത് പാസ്റ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് അവിടെ കുഡ് ഉപയോഗിച്ചത്. ഞാൻ പാർട്ടിക്ക് പോവട്ടെ.
ഒരു കാര്യം ചെയ്യട്ടെ എന്ന് ചോദിക്കാൻ നമുക്ക് പെർമിഷൻ ചോദിക്കാം. നമുക്ക് ഇംഗ്ലീഷിൽ 2 മോഡൽ വെർബ്സ് ഉപയോഗിക്കാം. ക്യാൻ ഉപയോഗിക്കാം, മേ ഉപയോഗിക്കാം. പെർമിഷൻ ചോദിക്കുന്നതിന് വേണ്ടി ക്യാൻ ഉപയോഗിക്കരുത് എന്ന് നേരത്തെയുള്ള പഴയ ഗ്രാമർ ബുക്സിലെല്ലാം അങ്ങനെ കാണും. പെർമിഷൻ ചോദിക്കുന്നതിന് വേണ്ടി മേ തന്നെ ഉപയോഗിക്കണം, ക്യാൻ ഉപയോഗിക്കരുത് എന്ന്. പക്ഷെ മോഡേൺ ഇംഗ്ലീഷിൽ അങ്ങനെയൊന്നുമില്ല. ക്യാൻ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് പെർമിഷൻ ചോദിക്കുന്നതിന് വേണ്ടി. ആക്ച്വലി മേ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ക്യാൻ ആണ് പെർമിഷൻ ചോദിക്കുന്നതിന് വേണ്ടി ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ക്യാൻ ഐ ഗോ ടു ദ പാർട്ടി അല്ലെങ്കിൽ മേ ഐ ഗോ ടു ദ പാർട്ടി, ഞാൻ പാർട്ടിക്ക് പോകട്ടെ. പെർമിഷൻ ചോദിക്കാൻ നിങ്ങൾക്ക് ക്യാനും ഉപയോഗിക്കാം, മേയും ഉപയോഗിക്കാം. ഞാൻ പാർട്ടിക്ക് പോകണമെന്നാണ് കരുതുന്നത്. ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശമുണ്ട്. കഴിവിനെ കുറിച്ചൊന്നുമല്ല പറയുന്നത്, നമ്മളുടെ ഒരു തീരുമാനത്തിനെ കുറിച്ചാണ് പറയുന്നത്. പോകണമെന്നാണ് കരുതുന്നത്, അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. ഐ തിങ്ക് പാർട്ടിക്ക് പോവും അല്ലെങ്കിൽ പോകണം. ഐ തിങ്ക് ഐ വിൽ ഗോ ടു ദ പാർട്ടി. നമ്മളുടെ ഒരു തീരുമാനം അനൗൺസ് ചെയ്യാണ്. പൊതുവെ നമ്മളുടെ തീരുമാനങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ വില്ല് ഉപയോഗിക്കുന്നത്. പലപ്പോഴും നമ്മൾ അതിൻ്റെ കൂടെ ഐ തിങ്ക് എന്നൊരു എക്സ്പ്രഷൻ കൂടി ആഡ് ചെയ്യും. അങ്ങനെ ചെയ്യണം എന്നാണ് കരുതുന്നത്. ഫ്യൂച്ചറിനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലായ്പ്പോഴും നമ്മളിങ്ങനെ അങ്ങനെയാണ് കരുതുന്നത്, അങ്ങനെയാണ് തോന്നുന്നത്, അതുപോലുള്ള ഒരു എക്സ്പ്രഷൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. നോർമലി ഐ തിങ്ക് ഉപയോഗിച്ചാണ് നമ്മൾ ആ കാര്യം പറയാറ്. ഐ തിങ്ക് ഐ വിൽ ഗോ ടു ദ പാർട്ടി. പാർട്ടിക്ക് പോവുമെന്നാണ് ഞാൻ കരുതുന്നത്, അല്ലെങ്കിൽ പാർട്ടിക്ക് പോകണമെന്നാണ് ഞാൻ കരുതുന്നത്. ഐ തിങ്ക് ഇറ്റ് വിൽ റെയിൻ. മഴ പെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് വി വിൽ വിൻ. നമ്മൾ ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വില്ല് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ തീരുമാനങ്ങൾ അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. പലപ്പോഴും നമ്മളുടെ പ്രെഡിക്ഷൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി നമ്മൾ വില്ല് ഉപയോഗിക്കും. അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളെ കുറിച്ച് പറയാനും നമ്മൾ ഉപയോഗിക്കുന്നത് വിൽ തന്നെയാണ്. ഞാൻ പാർട്ടിക്ക് പോവില്ലെന്ന് വാക്ക് തരുന്നു. ഞാൻ വാക്ക് തരുന്നു. ഐ പ്രോമിസ്. എന്താണ് പ്രോമിസ് ചെയ്യുന്നത്? പാർട്ടിക്ക് പോവില്ല. ഐ പ്രോമിസ് ഐ വിൽ നോട്ട് ഗോ ടു ദ പാർട്ടി. പോവും എന്ന് പറയാൻ ഐ വിൽ ഗോ ടു ദ പാർട്ടി. ഞാൻ പാർട്ടിക്ക് പോവും. പോവില്ല എന്ന് പറയാൻ ഐ വിൽ നോട്ട് ഗോ ടു ദ പാർട്ടി. ഐ പ്രോമിസ് ഐ വിൽ നോട്ട് ഗോ ടു ദ പാർട്ടി. ഞാൻ പാർട്ടിക്ക് പോയേനെ, പക്ഷെ എനിക്ക് ഒത്തിരി ജോലി ചെയ്യാനുണ്ട്. ഇതെങ്ങനെ പറയും? ഞാൻ പാർട്ടിക്ക് പോയേനെ, പക്ഷെ എനിക്ക് ഒത്തിരി ജോലി ചെയ്യാനുണ്ട്. ഭാവിയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്, പക്ഷെ ഇവിടെ ഒരു ഉറപ്പില്ല. പോകുമെന്നൊരു തീരുമാനമല്ല പറയുന്നത്. നമുക്ക് അങ്ങനെ പോവാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള സാഹചര്യമില്ല. ആ ഐഡിയയാണ് ഇവിടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത്, അല്ലേ? ഇതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് വിൽ അല്ല, അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് വുഡ് ആണ്. ക്യാനിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കുഡ് എന്ന് പറഞ്ഞതുപോലെ വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വുഡ്. പക്ഷെ വുഡ് നമ്മൾ എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്നത് പാസ്റ്റിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയല്ല. പലപ്പോഴും നമ്മൾ പ്രസൻറ്റിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയും ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയും വുഡ് ഉപയോഗിക്കാറുണ്ട്. മറ്റു ഓക്സിലറീസിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. കുഡ് നമുക്ക് പ്രസൻറ്റിനെ കുറിച്ച് പറയാനും ഫ്യൂച്ചറിനെ കുറിച്ച് പറയാനും ഉപയോഗിക്കാം. മൈറ്റ് നമുക്ക് പ്രസൻറ്റിനെ കുറിച്ച് പറയാനും ഫ്യൂച്ചറിനെ കുറിച്ച് പറയാനും ഉപയോഗിക്കാം. മൈറ്റ് മേയുടെ പാസ്റ്റ് ടെൻസ് ആയും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഞാൻ പാർട്ടിക്ക് പോയേനെ. ഐ വുഡ് ഗോ ടു ദ പാർട്ടി. പക്ഷെ എനിക്ക് ഒത്തിരി ജോലി ചെയ്യാനുണ്ട്. ബട്ട് ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക് ടു ഡു. ഐ വുഡ് ഗോ ടു ദ പാർട്ടി ബട്ട് ഐ ഹാവ് സോ മച്ച് വർക്ക് ടു ഡു, അല്ലെങ്കിൽ എ ലോട്ട് ഓഫ് വർക്ക് ടു ഡു. എനിക്ക് ഒരുപാട് ജോലി ചെയ്യാനുണ്ട്. ഇവിടെ നമുക്ക് പോകാനുള്ള ആ ഒരു സാഹചര്യമില്ല എന്ന് സൂചിപ്പിക്കാനാണ് നമ്മൾ വുഡ് ഉപയോഗിക്കുന്നത്. ഞാൻ പാർട്ടിക്ക് പോവില്ലെന്ന് ഞാൻ ഉറപ്പ് നൽകി. ഐ പ്രോമിസ്ഡ്. പാർട്ടിക്ക് പോവില്ലെന്ന് ഐ വുഡിൻ ഗോ ടു ദ പാർട്ടി. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇവിടെ പ്രോമിസ്ഡ് എന്ന വെർബ് പാസ്റ്റ് ടെൻസിലാണ്. പിന്നെ അതിനുശേഷം നമുക്ക് വില്ല് ഉപയോഗിക്കാൻ സാധിക്കില്ല. മെയിൻ വെർബ് പാസ്റ്റ് ടെൻസിലാവുന്ന സമയത്ത് സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ മോഡൽ വെർബ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോമിലായിരിക്കണം. അതായത് വിൽ, ക്യാൻ, മേ, ഇത് മൂന്നും പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിന് പകരം വുഡ്, കുഡ്, മൈറ്റ്, ഷുഡ്, ഈ 4 ഓക്സിലറീസിന്റെ പാസ്റ്റ് ഫോംസ് ആണിത്. അത് വേണം ഉപയോഗിക്കാൻ. അതിലേതെങ്കിലും ഒന്ന് മീനിങ്ങിനനുസരിച്ച് വേണം ഉപയോഗിക്കാൻ. ഐ പ്രോമിസ്ഡ് ഐ വുഡിൻ ഗോ ടു ദ പാർട്ടി. പാർട്ടിക്ക് പോവില്ലെന്ന് ഞാൻ ഉറപ്പ് നൽകി. ഐ പ്രോമിസ് ഐ വോണ്ട് അല്ല, ഐ വിൽ നോട്ട് എന്ന് അവിടെ പറയരുത്. വില്ലൊരു പ്രസന്റിനെ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന ഓക്സിലറിയാണ്. അതുകൊണ്ട് അതിനെ അവിടെ ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിന് പകരം അതിന്റെ പാസ്റ്റ് ഫോമായ വുഡ് വേണം ഉപയോഗിക്കാൻ. ഐ പ്രോമിസ്ഡ് ഐ വുഡിൻ ഗോ ടു ദ പാർട്ടി. ഷീ സെഡ് ദാറ്റ് ഷീ വുഡിൻ കം. അവൾ വരില്ലെന്ന് അവൾ പറഞ്ഞു. ഷീ സെഡ് ദാറ്റ് ഷീ വിൽ നോട്ട് കം അല്ല, സെഡ് പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് അത് വിൽ അല്ല, വുഡ് ആണ്. ഞാൻ പാർട്ടിക്ക് പോകണോ? നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്യണോ എന്ന് ചോദിക്കാൻ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന വെർബാണ് ഷോൾ. ഷോളിന് പ്രത്യേകിച്ച് മോഡേൺ ഇംഗ്ലീഷിൽ മറ്റ് യൂസസ് ഇല്ല.
ഈ ഒരു അർത്ഥത്തിലാണ് ഷോള് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യണോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഷോൾ ഐ ഗോ ടു ദ പാർട്ടി, ഞാൻ പാർട്ടിക്ക് പോകണോ? ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഷുഡ് ഉപയോഗിക്കാം. പക്ഷെ പൊതുവെ മറ്റൊരാളിന്റെ ഒരു അഭിപ്രായം അറിയുന്നതിന് വേണ്ടി നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഷോൾ ആണ്. ഷോൾ ഐ ഗോ ടു ദ പാർട്ടി, ഞാൻ പാർട്ടിക്ക് പോകണോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വിൽ ഐ ഗോ ടു ദ പാർട്ടി എന്ന് ചോദിക്കരുത്. അതിനർത്ഥം ഞാൻ പാർട്ടിക്ക് പോകുമോ എന്നാണ്. അത് തീർച്ചയായും അവർക്ക് പറയാൻ കഴിയില്ല. നമ്മൾ പോവോ പോവില്ല നമുക്കേ അറിയുള്ളൂ. ഷോൾ ഐ ഗോ ടു ദ പാർട്ടി, ഞാൻ പാർട്ടിക്ക് പോകണോ? ഞാൻ അവരുടെ പാർട്ടിക്ക് പോകണം. ഒരു കാര്യം ചെയ്യണം എന്ന് പറയാൻ നമ്മൾ ഏതെല്ലാം മോഡൽ വെർബ്സാണ് യൂസ് ചെയ്യുക? നമുക്ക് 3 മോഡൽ വെർബ് യൂസ് ചെയ്യാം. ഷുഡ്, ought to, മസ്റ്റ്. ഇതിൽ മസ്റ്റ് ആണ് ഏറ്റവും സ്ട്രോങ് ആയത്. മസ്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു നിർബന്ധമുണ്ട്, ചെയ്തേ തീരൂ എന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ഏകദേശം അതിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു എക്സ്പ്രഷനാണ് ഹാവ് ടു. മസ്റ്റ് ആയാലും ഹാവ് ടു ആയാലും ഒരു കാര്യം അങ്ങനെ ചെയ്യണം എന്നൊരു നിർബന്ധം അവിടെയുണ്ട്. ആ നിർബന്ധം നമുക്ക് തന്നെ ഉള്ളതാവാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മളുടെ മേലെ എൻഫോഴ്സ് ചെയ്യുന്നതായിരിക്കാം. ഷുഡ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഒരു നിർബന്ധമില്ല, ചെയ്താൽ നല്ലത്, അത്രേ അതിനർത്ഥമുള്ളൂ. ought to ഉപയോഗിക്കുന്നതും അതേ അർത്ഥത്തിൽ തന്നെയാണ്. ought എന്ന മോഡൽ വെർബിന് ശേഷം നമ്മൾ എപ്പോഴും ടു ഉള്ള ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുന്നത്. മറ്റു മോഡൽ വെർബ്സിന് ശേഷം ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുന്നത്. ഇതുകൂടി ശ്രദ്ധിക്കണം. നമ്മളിത് ഇങ്ങനെയാ പറയാം, ഞാൻ അവരുടെ പാർട്ടിക്ക് പോകണം, ഐ ഷുഡ് ഗോ ടു ദെയർ പാർട്ടി. ഇത് ought ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഐ ought ടു ഗോ ടു ദെയർ പാർട്ടി എന്നാണ് പറയുക. അവിടെ ഒരു ടു ഉണ്ട്. വിൽ, വുഡ്, ഷോൾ, ഷുഡ്, മേ, മൈറ്റ്, അതിനൊന്നും ശേഷം നമ്മൾ ഈ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കില്ല. ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ്, അതായത് V1 ആണ് ഉപയോഗിക്കുക. പക്ഷെ ought-ന് ശേഷം ടു ഉള്ള ഇൻഫിനിറ്റീവ് വേണം ഉപയോഗിക്കാൻ. ഏകദേശം ഷുഡിന്റെ അതേ മീനിങ് തന്നെയാണ് ought-ന്. ഐ ഷുഡ് ഗോ ടു ദെയർ പാർട്ടി, ഞാൻ അവരുടെ പാർട്ടിക്ക് പോകണം. പോയാൽ നല്ലത്, പോകണം എന്നൊരു നിർബന്ധം ഈ സെന്റൻസ് എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഞാൻ അവരുടെ പാർട്ടിക്ക് പോയേ തീരൂ. പോയേ തീരൂ എന്ന് പറയുമ്പോൾ അവിടെ നിർബന്ധമുണ്ട് അല്ലേ? ആ നിർബന്ധം ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഒരു നിർബന്ധമാണ്. ഐ മസ്റ്റ് ഗോ ടു ദെയർ പാർട്ടി, ഞാൻ അവരുടെ പാർട്ടിക്ക് പോയേ തീരൂ. ഐ മസ്റ്റ് ഗോ ടു ദെയർ പാർട്ടി. അതിന് കാരണവും പറയുന്നുണ്ട്, എൻ്റെ എല്ലാ സുഹൃത്തുക്കളും വരുന്നുണ്ട്. all of my friends are coming. all of my friends will come അല്ല, all of my friends are coming. വരുന്നുണ്ട്, പോകുന്നുണ്ട്, ഇതെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. all of my friends are coming. ഞാൻ അവരെ കുറേ കാലമായി കണ്ടിട്ടില്ല. I haven't seen them in a long time. all of my friends are coming and I haven't seen them in a long time. ഞാൻ ഒരുപാട് കാലമായി അവരെ കണ്ടിട്ടില്ല. ഒരു കാര്യം സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഐ ഹാവൻറ്റ് സീൻ ദം ഇൻ എ ലോങ് ടൈം. ഞാൻ കുറേ കാലമായി അവരെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് പാർട്ടിക്ക് പോകണം എന്നൊരു നിർബന്ധം ഉണ്ടെന്ന് പറയുന്നത്. ഐ മസ്റ്റ് ഗോ ടു ദെയർ പാർട്ടി. ഓൾ ഓഫ് മൈ ഫ്രണ്ട്സ് ആർ കമ്മിങ് ആൻഡ് ഐ ഹാവൻറ്റ് സീൻ ദം ഇൻ എ ലോങ് ടൈം. ഞാൻ അവരുടെ പാർട്ടിക്ക് പോവാൻ പാടില്ല. നമുക്കിത് 2 രീതിയിൽ പറയാം. ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ നമുക്ക് ഷുഡ് നോട്ട് ഉപയോഗിക്കാം, മസ്റ്റ് നോട്ട് ഉപയോഗിക്കാം. മസ്റ്റ് നോട്ട് ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു പ്രൊഹിബിഷനായി, യാതൊരു കാരണവശാലും ചെയ്യരുത് എന്നൊരു മീനിങ് മസ്റ്റ് അവിടെ കൊണ്ടുവരുന്നുണ്ട്. ഷുഡിന് ആ ഒരു മീനിങ് ഇല്ല. ഞാൻ അവരുടെ പാർട്ടിക്ക് പോകാൻ പാടില്ല. ഐ ഷുഡ് നോട്ട് ഗോ ടു ദെയർ പാർട്ടി, അല്ലെങ്കിൽ ഐ മസ്റ്റ് നോട്ട് ഗോ ടു ദെയർ പാർട്ടി. മസ്റ്റ് ഉപയോഗിക്കുമ്പോൾ അവിടെ ചെയ്യാൻ പാടില്ല എന്നൊരു നിർബന്ധമുണ്ട്. ഷുഡ് ഉപയോഗിക്കുമ്പോൾ ആ നിർബന്ധം അവിടെ ഇല്ല. ഐ മസ്റ്റ് നോട്ട് ഗോ ടു ദെയർ പാർട്ടി എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഞാൻ അവരുടെ പാർട്ടിക്ക് പോയാൽ എന്തോ പ്രശ്നം ഉണ്ടാവും എന്നാണ്. ഐ ഷുഡ് നോട്ട് ഗോ ടു ദെയർ പാർട്ടി എന്ന് പറയുമ്പോൾ ആ ഒരു അർത്ഥമില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നൊരു മീനിങ് അവിടെ ഇല്ല. പോവണ്ട, അത്രയേ ഉള്ളൂ. ഞാൻ അവരുടെ പാർട്ടിക്ക് പോവേണ്ടതില്ല. ഇവിടെ നമുക്ക് എന്താ പറയേണ്ടത്? ഒരു കാര്യം ചെയ്യേണ്ടതില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടതില്ല, അതിൻ്റെ ആവശ്യമില്ല എന്നൊന്നും പറയാൻ നമ്മൾ ഷുഡ് നോട്ട് മസ്റ്റ് നോട്ട് ആവുന്നതല്ല ഉപയോഗിക്കുന്നത്. ഷുഡ് നോട്ട് ഉപയോഗിക്കുമ്പോൾ ചെയ്യരുത് എന്നാണ് അർത്ഥം. മസ്റ്റ് നോട്ട് ഉപയോഗിക്കുമ്പോഴും അത് തന്നെയാണ് അർത്ഥം, കുറച്ചുകൂടി സ്ട്രോങ് ആണ് എന്ന് മാത്രം. ചെയ്യേണ്ടതില്ല എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് നീഡ് നോട്ടാണ്. ഞാൻ അവരുടെ പാർട്ടിക്ക് പോവേണ്ടതില്ല. ഐ നീഡ് നോട്ട് ഗോ ടു ദെയർ പാർട്ടി. ഐ നീഡിൻ ഗോ ടു ദെയർ പാർട്ടി. ഞാൻ അവരുടെ പാർട്ടിക്ക് പോവേണ്ടതില്ല. നീഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ ആവശ്യമില്ല എന്ന് പറയുന്നതിനാണ് നമ്മൾ നീഡും നീഡ് നോട്ടും ഉപയോഗിക്കുന്നത്. നീഡ് ആക്ച്വലി മോഡൽ വെർബ് മാത്രമല്ല, നമുക്ക് അതിനെ ഒരു സാധാരണ വെർബായി ഉപയോഗിക്കാം. ഇങ്ങനെ സാധാരണ വെർബായി നീഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കാൻ ഡു ഉപയോഗിക്കും, അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കും. അതുമാത്രമല്ല, പിന്നെ നീഡിന് ശേഷം വരാൻ ടു ഉള്ള ഇൻഫിനിറ്റീവ് ആണ്. ഐ നീഡിൻ ഗോ ടു ദെയർ പാർട്ടി. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. ഐ ഡോണ്ട് നീഡ് ടു ഗോ ടു ദെയർ പാർട്ടി. നീഡിനെ മോഡൽ വെർബായി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ നെഗറ്റീവ് ഉണ്ടാക്കാൻ നീഡിന് ശേഷം നോട്ട് ഉപയോഗിച്ചു, അത്ര മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ അതിനുശേഷം നമ്മൾ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിച്ചത്. രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കൂ.
രണ്ടാമത്തെ സെൻറ്റൻസിൽ നമ്മൾ നീഡ് ഉപയോഗിച്ചിട്ടുള്ളത് റെഗുലർ വെർബായിട്ടാണ്, സാധാരണ ഒരു വെർബായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ നെഗറ്റീവ് ഉണ്ടാക്കിയത് ഡോണ്ട് ഉപയോഗിച്ചിട്ടാണ്. ഐ ഡോണ്ട് നീഡ് എന്നാണ് പറഞ്ഞത്, ഐ നീഡ് നോട്ട് എന്നല്ല പറഞ്ഞത്. അത് മാത്രമല്ല, പിന്നെ അതിന് ശേഷം നീഡിന് ശേഷം നമ്മൾ ടു ഗോ എന്നാണ് പറയുന്നത്. ഗോ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. നീഡിനെ സാധാരണ വെർബായി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കാൻ ഡൂവും ഡസും ഉപയോഗിക്കും. അതുപോലെ അതിനുശേഷം ടു ഉള്ള ഇൻഫിനിറ്റീവ് വേണം ഉപയോഗിക്കാൻ. നീഡിനെ മോഡൽ വെർബായി ഉപയോഗിക്കുന്ന സമയത്ത് നെഗറ്റീവ് ഉണ്ടാക്കാൻ നീഡിന് ശേഷം നോട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി. പിന്നെ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് വേണം ഉപയോഗിക്കാൻ. ഐ നീഡിൻ ഗോ ടു ദെയർ പാർട്ടി, അല്ലെങ്കിൽ ഐ ഡോണ്ട് നീഡ് ടു ഗോ ടു ദെയർ പാർട്ടി. എനിക്ക് അവരുടെ പാർട്ടിക്ക് പോവേണ്ട ആവശ്യമില്ല. എനിക്ക് അവരുടെ പാർട്ടിക്ക് പോവാമായിരുന്നു, പക്ഷെ ഞാൻ വീട്ടിലിരിക്കാനാണ് തീരുമാനിച്ചത്. എനിക്ക് പോവാമായിരുന്നു, അതിനുള്ള കഴിവും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല. ഞാൻ വീട്ടിലിരിക്കാനാണ് തീരുമാനിച്ചത്. ഇങ്ങനെ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? ചെയ്തില്ല എന്നാണ് അർത്ഥം. ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷെ ചെയ്തില്ല. ഇത് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് കുഡ് ഹാവ് പ്ലസ് V3 ആണ്. ഒരു കാര്യം ചെയ്യാമായിരുന്നു, ചെയ്യാൻ കഴിയുമായിരുന്നു എന്നെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് കുഡ് ഹാവ് പ്ലസ് V3 ആണ്. എനിക്ക് അവരുടെ പാർട്ടിക്ക് പോവാമായിരുന്നു. ഐ കുഡ് ഹാവ് ഗോൺ ടു ദെയർ പാർട്ടി. ഐ കുഡ് ഹാവ് ഗോൺ ടു ദെയർ പാർട്ടി. പക്ഷെ ഞാൻ വീട്ടിലിരിക്കാനാണ് തീരുമാനിച്ചത്. ബട്ട് ഐ ഡിസൈഡഡ് ടു സ്റ്റേ അറ്റ് ഹോം. ബട്ട് ഐ ഡിസൈഡഡ് ടു സ്റ്റേ അറ്റ് ഹോം. വീട്ടിലിരിക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. I could have gone to their party, but I decided to stay at home. Could have plus V3, should have plus V3, would have plus V3 എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ചെയ്യാമായിരുന്നു, ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ചെയ്തില്ല എന്നർത്ഥത്തിലാണ്. അതായത് സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു കാര്യം സംഭവിച്ചില്ല, അല്ലെങ്കിൽ സംഭവിക്കേണ്ടിയിരുന്ന ഒരു കാര്യം സംഭവിച്ചില്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഈ സ്ട്രക്ചേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ കുഡ് ഹാവ് ഗോൺ ടു ദെയർ പാർട്ടി. എനിക്ക് പോവാൻ കഴിയുമായിരുന്നു, പക്ഷേ ഞാൻ പോയില്ല. അതാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. ഐ കുഡ് ഹാവ് ഗോൺ ടു ദെയർ പാർട്ടി, ബട്ട് ഐ ഡിസൈഡഡ് ടു സ്റ്റേ അറ്റ് ഹോം. ഞാൻ അവരുടെ പാർട്ടിക്ക് പോവുമായിരുന്നു, പക്ഷേ എനിക്ക് ഒത്തിരി ജോലി ഉണ്ടായിരുന്നു. ഇവിടെയും പോയില്ല, പക്ഷേ പോവുമായിരുന്നു. സാഹചര്യം അനുവദിക്കുമെങ്കിൽ പോവുമായിരുന്നു. ഐ വുഡ് ഹാവ് ഗോൺ ടു ദെയർ പാർട്ടി. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വുഡാണ്. ഐ വുഡ് ഹാവ് ഗോൺ ടു ദെയർ പാർട്ടി, ബട്ട് ഐ ഹാഡ് സോ മച്ച് വർക്ക് ടു ഡു. ഒരുപാട് ജോലി ഉള്ളത് കൊണ്ട് പോകാൻ പറ്റിയില്ല. ആ ജോലി അവിടെ ഇല്ലെങ്കിൽ ഞാൻ പോവുമായിരുന്നു. ഐ വുഡ് ഹാവ് ഗോൺ ടു ദെയർ പാർട്ടി, ബട്ട് ഐ ഹാഡ് സോ മച്ച് വർക്ക് ടു ഡു. ഒരുപാട് ജോലി, ഒത്തിരി ജോലി ചെയ്യാനുണ്ടായിരുന്നു. കുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. വുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുന്നത് ചെയ്യുമായിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ചെയ്തില്ല, പക്ഷെ ചെയ്യുമായിരുന്നു. ഐ വുഡ് ഹാവ് ഗോൺ ടു ദെയർ പാർട്ടി. ഞാൻ അവരുടെ പാർട്ടിക്ക് പോവേണ്ടതായിരുന്നു. ഇവിടെയും പോയില്ല, പോവേണ്ടതായിരുന്നു, പക്ഷെ പോയില്ല. ഇങ്ങനൊരു കാര്യം ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ചെയ്തില്ല എന്ന് പറയാൻ നമ്മൾ ഏത് ഓക്സിലറി യൂസ് ചെയ്യുന്നത്? അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഷുഡാണ്. ചെയ്യണം എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി തന്നെയാണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ ഷുഡ് ഹാവ് ഗോൺ ടു ദെയർ പാർട്ടി. ഐ ഷുഡ് ഹാവ് ഗോൺ ടു ദെയർ പാർട്ടി. ഞാൻ അവരുടെ പാർട്ടിക്ക് പോവേണ്ടതായിരുന്നു, പക്ഷെ പോയില്ല. അത് പറയേണ്ട ആവശ്യമില്ല. ഐ ഷുഡ് ഹാവ് ഗോൺ ടു ദെയർ പാർട്ടി എന്ന് പറഞ്ഞാൽ തന്നെ അതിനർത്ഥം അതാണ്, പോവേണ്ടതായിരുന്നു പക്ഷെ പോയില്ല. ഞാൻ അവരുടെ പാർട്ടിക്ക് പോവേണ്ടിയിരുന്നില്ല. ഇതെങ്ങനെ പറയും? പോയി, പക്ഷെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, ചെയ്യേണ്ടിയിരുന്നില്ല. ഈ ഒരു കാര്യം പറയാൻ നമുക്ക് ഷുഡിൻ്റെ ഉപയോഗിക്കാം, നീഡിൻ്റെ ഉപയോഗിക്കാം, പക്ഷെ മീനിങ്ങിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഞാൻ അവരുടെ പാർട്ടിക്ക് പോവേണ്ടിയിരുന്നില്ല. ഐ നീഡിൻ ഹാവ് ഗോൺ ടു ദെയർ പാർട്ടി. ഇതിനർത്ഥം എന്താ? ഐ നീഡിൻ ഹാവ് ഗോൺ ടു ദെയർ പാർട്ടി. ഇതിനർത്ഥം എന്താ? പോകേണ്ട ഒരു ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ പോയി. അതാണ് അതിനർത്ഥം. ഐ നീഡിൻ ഹാവ് ഗോൺ ടു ദെയർ പാർട്ടി. ഇവിടെ നമ്മൾ നെഗറ്റീവ് വെർബാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ മീനിങ് ഓപ്പോസിറ്റ് ആണ്. ഇവിടെ പോവേണ്ടിയിരുന്നില്ല, പക്ഷെ പോയി. അതാണ് ഈ സെന്റൻസിന് അർത്ഥം. ഐ നീഡിൻ ഹാവ് ഗോൺ ടു ദെയർ പാർട്ടി. ഇനി ഇത് തന്നെ നമ്മൾ ഷുഡ് ഉപയോഗിച്ച് പറയുമ്പോൾ മീനിങ്ങിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഐ നീഡിൻ ഹാവ് ഗോൺ ടു ദെയർ പാർട്ടി എന്ന് പറയുമ്പോൾ അവിടെ അങ്ങനെ ഒരു ആവശ്യമില്ലായിരുന്നു എന്നാണ്. മറിച്ച് ഐ ഷുഡിൻ ഹാവ് ഗോൺ ടു ദെയർ പാർട്ടി എന്ന് പറയുമ്പോൾ ഇവിടെയും നമ്മൾ പോയി, പക്ഷെ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പം നമുക്ക് അതിൽ ചെറിയൊരു റിഗ്രറ്റ് ഉണ്ട് എന്ന രീതിയിലാണ് നമ്മളിത് പറയുന്നത്. ഒരു പക്ഷേ നമുക്ക് അവിടെ നിന്ന് അത്ര നല്ലതല്ലാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും. നീഡിൻ ഹാവ് എന്ന് പറയുമ്പോൾ അവിടെ അങ്ങനെ ഒരു നീഡ്, നെസസിറ്റി ഇല്ലായിരുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. ഷുഡിൻ ഹാവ് എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, ചെയ്തതുകൊണ്ട് എന്തോ ഒരു അബദ്ധം സംഭവിച്ചു എന്ന രീതിയിലാണ് പറയുന്നത്. ഐ ഷുഡിൻ ഹാവ് ഗോൺ ടു ദെയർ പാർട്ടി. എനിക്ക് പോവേണ്ടിയിരുന്നില്ല, പക്ഷെ ഞാൻ പോയി. എത്ര മണിക്ക് നീ അവിടെ ഉണ്ടാവും? എത്ര മണി? വാട്ട് ടൈം? നീ അവിടെ ഉണ്ടാവും. വിൽ യു ബി ദർ? വാട്ട് ടൈം വിൽ യു ബി ദർ? നീ എത്ര മണിക്ക് അവിടെ ഉണ്ടാവും?
ഐ വിൽ ബി ദർ സൂൺ. ഉടനെ തന്നെ ഉണ്ടാവും. ഐ വിൽ ബി ദർ സൂൺ. പെട്ടെന്ന് തന്നെ ഉണ്ടാവും. വാട്ട് ടൈം വിൽ യു ബി ദർ? ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് വിൽ ആണ്. അവൾ ഇപ്പോൾ ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. അവളിപ്പോൾ ഇവിടെ ഇല്ല, പക്ഷെ ഉണ്ടാവേണ്ടതായിരുന്നു. ഷീ വുഡ് ബി ഹിയർ നൗ ബട്ട് ഹെർ ട്രെയിൻ ഹാസ് ബീൻ ഡിലൈഡ്. ഷീ വുഡ് ബി ഹിയർ നൗ ബട്ട് ഹെർ ട്രെയിൻ ഹാസ് ബീൻ ഡിലൈഡ്. ഷീ വിൽ ബി ഹിയർ സൂൺ എന്ന് പറയുമ്പോൾ അവൾ ഉടനെ തന്നെ ഇവിടെ ഉണ്ടാവും എന്നാണ് അർത്ഥം. ഷീ വുഡ് ബി ഹിയർ നൗ എന്ന് പറയുമ്പോൾ ഈ സമയത്ത് ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു, പക്ഷെ ട്രെയിൻ വൈകിയത് കാരണം ഇപ്പോൾ ഇവിടെ ഇല്ല. അതാണ് ഈ സെന്റൻസിന് അർത്ഥം. ഷീ വുഡ് ബി ഹിയർ നൗ ബട്ട് ഹെർ ട്രെയിൻ ഹാസ് ബീൻ ഡിലൈഡ്. പക്ഷെ അവളുടെ ട്രെയിൻ വൈകിയിരിക്കുന്നു. അവൾ 4:30 ഓഫീസിൽ നിന്നും ഇറങ്ങിയതാണ്. 4:30 ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതിന് നമുക്ക് ലീവ് എന്ന വെർബ് ഉപയോഗിക്കാം. അതിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോം ആണ് ലെഫ്റ്റ്. ഷീ ലെഫ്റ്റ് ഓഫീസ് അറ്റ് 4:30. അവൾ 4:30 ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാണ്. അതുകൊണ്ട് ഷീ ലെഫ്റ്റ് ഓഫീസ് അറ്റ് 4:30. അതുകൊണ്ട് അവൾ ഉടനെ ഇവിടെ എത്തേണ്ടതാണ്. ഒരു ലോജിക്കൽ കൺക്ലൂഷൻ ആണ്. 4:30 ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ആള് ഇപ്പൊ ഇവിടെ ഉണ്ടാവേണ്ടതാണ്. സോ ഷീ ഷുഡ് ബി ഹിയർ നൗ. ഇങ്ങനെ ഷുഡ് ഉപയോഗിച്ച് നമുക്ക് ലോജിക്കലായ കാര്യങ്ങളെ കുറിച്ച് പറയാം, ഊഹിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കാം. ഷീ ലെഫ്റ്റ് ഓഫീസ് അറ്റ് 4:30. സോ ഷീ ഷുഡ് ബി ഹിയർ നൗ. അവൾ ഇപ്പോൾ ഇവിടെ ഉണ്ടാവേണ്ടതാണ്. ഷീ ഷുഡ് ബി ഹിയർ നൗ. ഇതൊരു ലോജിക്കൽ കൺക്ലൂഷൻ ആണ്. നമുക്ക് ഉറപ്പില്ല, പക്ഷെ ഉണ്ടാവാനാണ് സാധ്യത. അതാണ് ഇതിനർത്ഥം. അവൾ ഉടനെ തന്നെ ഇവിടെ എത്തേണ്ടതാണ്. ഊഹം മാത്രമാണ്. സാധ്യതയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമുക്ക് മേ ഉപയോഗിക്കാം, മൈറ്റ് ഉപയോഗിക്കാം, കുഡ് ഉപയോഗിക്കാം. മേ കൂടുതൽ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്, മൈറ്റും കുഡും വളരെ കുറച്ച് സാധ്യതയെ സൂചിപ്പിക്കുന്നുള്ളൂ. അവൾ ഉടനെ തന്നെ ഇവിടെ എത്തേണ്ടതാണ്. ഷീ മേ ബി ഹിയർ സൂൺ. ഷീ മൈറ്റ് ബി ഹിയർ സൂൺ. ഷീ കുഡ് ബി ഹിയർ സൂൺ. ഇവിടെ മൈറ്റും കുഡും ഒന്നും നമ്മൾ പാസ്റ്റ് മീനിങ്ങിലല്ല ഉപയോഗിച്ചിട്ടുള്ളത്. മറിച്ച് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഇവിടെ മൈറ്റും കുഡും ഉപയോഗിക്കുന്നത്. ഈ രണ്ട് മോഡൽ വെർബും വളരെ കുറച്ച് സാധ്യത മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. അവൾ ഉടനെ തന്നെ ഇവിടെ എത്തും. നമുക്ക് ഉറപ്പാണെങ്കിൽ നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാം. ഷീ മസ്റ്റ് ബി ഹിയർ സൂൺ. ഷീ മസ്റ്റ് ബി ഹിയർ സൂൺ. ഉറപ്പില്ലെങ്കിൽ ഷുഡ് ഉപയോഗിച്ചാൽ മതി. ഷീ ഷുഡ് ബി ഹിയർ സൂൺ. അവൾ 3:30 സ്കൂളിൽ നിന്ന് ഇറങ്ങിയതാണ്. ഷീ ലെഫ്റ്റ് സ്കൂൾ അറ്റ് 3:30. 3:30 സ്കൂളിൽ നിന്ന് ഇറങ്ങിയതാണ്, അതുകൊണ്ട് ഇവിടെ എത്തും. ഉറപ്പുണ്ടെങ്കിൽ മസ്റ്റ് ഉപയോഗിക്കുക, ഉറപ്പില്ലെങ്കിൽ ഷുഡ് ഉപയോഗിക്കുക. ഷീ മസ്റ്റ് ബി ഹിയർ സൂൺ. ഷീ ഷുഡ് ബി ഹിയർ സൂൺ എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര ഉറപ്പില്ല, പക്ഷെ അങ്ങനെ സാധ്യതയുണ്ട്, സംഭവിക്കേണ്ടതാണ് എന്നാണ് അതിനർത്ഥം. അത് ജോൺ ആവില്ല. ഒരു കാര്യം അങ്ങനെയല്ല, അതാവില്ല, സംഭവിക്കില്ല, സംഭവിക്കാൻ സാധിക്കില്ല എന്നെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുക കനോട്ട് ആണ്. ദാറ്റ് കനോട്ട് ബി ജോൺ. കഴിയില്ല എന്ന് പറയാൻ മാത്രമല്ല നമുക്ക് കനോട്ട് ഉപയോഗിക്കാൻ സാധിക്കാം. ദാറ്റ് കനോട്ട് ബി ജോൺ. അത് ജോൺ ആവില്ല. അത് ജോൺ ആവണം എന്ന് പറയണമെങ്കിലോ? അത് ഊഹമാണ്. അത് ജോൺ ആവേണ്ടതാണ്. ജോൺ ആവണം എന്ന് പറയണമെങ്കിൽ നമ്മൾ പറയാം ദാറ്റ് മസ്റ്റ് ബി ജോൺ എന്നാണ്. അത് ജോൺ ആവണം. അയാളാവാനേ സാധ്യതയുള്ളൂ, അതാണ് അതിനർത്ഥം. അത് അയാളാവാൻ ഒട്ടും സാധ്യതയില്ല എന്ന് പറയാം ദാറ്റ് കനോട്ട് ബി ജോൺ എന്നാണ് പറയുക. ദാറ്റ് മസ്റ്റ് നോട്ട് ബി ജോൺ എന്ന് പറയരുത്. അതിനർത്ഥം അത് ജോൺ ആവരുത് എന്നാണ്. അത് ജോൺ ആവില്ല എന്ന് പറയാൻ കനോട്ട് ഉപയോഗിക്കും. ദാറ്റ് കനോട്ട് ബി ജോൺ. അതിന് കാരണം എന്താ? അവൻ മുംബൈയിലാണ്. ഹീസ് ഇൻ മുംബൈ. മുംബൈയിലുള്ള ഒരാളിനെ ഇപ്പൊ ഇവിടെ കാണാൻ സാധിക്കില്ല. ദാറ്റ് കനോട്ട് ബി ജോൺ. അവൻ പോയിട്ടുണ്ടാവും. ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടാവും. ഇപ്പൊ സംഭവിച്ചിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. നമുക്ക് ഉറപ്പില്ല, പക്ഷെ അങ്ങനെ അത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുക വിൽ ഹാവ് പ്ലസ് V3 ആണ്. ഇവിടെ നമ്മൾ ഫ്യൂച്ചറിനെ അല്ല പ്രിഡിക്റ്റ് ചെയ്യുന്നത്, മറിച്ച് പ്രസന്റിൽ നടന്നിട്ടുണ്ടായിരിക്കാവുന്ന ഒരു കാര്യത്തിന് ഊഹിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ഹി വിൽ ഹാവ് ലെഫ്റ്റ്. അവൻ പോയിട്ടുണ്ടാവും. അവൻ പോയിട്ടുണ്ട് എന്ന് ഉറപ്പ് പറയുമ്പോൾ നമ്മൾ ഈ വിൽ അവിടെ ഉപയോഗിക്കില്ല. ഹി ഹാസ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. അവൻ പോയിട്ടുണ്ട്, പോയിരിക്കുന്നു. ഇവിടെ നമുക്കത് ഉറപ്പില്ല, നമ്മൾ ഊഹിക്കുകയാണ്. ഈ സമയത്ത് പോയിട്ടുണ്ടാവേണ്ടതാണ്. അത് പറയാനാണ് നമ്മളിവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. ഹി വിൽ ഹാവ് ലെഫ്റ്റ്. അവൻ പോയിട്ടുണ്ടാവും. അവൾ ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും. വന്നിട്ടുണ്ടാവും. വന്നിട്ടുണ്ടാവാനാണ് സാധ്യത. വരേണ്ടതാണ്, വരും എന്നൊന്നും അല്ല പറയുന്നത്, വന്നിട്ടുണ്ടാവും. ഷീ വിൽ ഹാവ് അറൈവ്ഡ് ബൈ നൗ. അവൾ ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും. ഷീ വിൽ ഹാവ് അറൈവ്ഡ് ബൈ നൗ. അവൾ നേരത്തെ എത്തേണ്ടതായിരുന്നു, പക്ഷെ അവളുടെ ട്രെയിൻ വൈകി. നേരത്തെ എത്തേണ്ടതായിരുന്നു, പക്ഷെ വൈകി. ഷീ വുഡ് ഹാവ് അറൈവ്ഡ് ഏർലിയർ ബട്ട് ഹെർ ട്രെയിൻ ഗോട്ട് ഡിലേഡ്. ഷീ വുഡ് ഹാവ് അറൈവ്ഡ് ഏർലിയർ. നേരത്തെ വരേണ്ടതായിരുന്നു, പക്ഷെ ട്രെയിൻ വൈകി. ബട്ട് ഹെർ ട്രെയിൻ ഗോട്ട് ഡിലേഡ്. ഇവിടെ ഒന്നും ഒരു കുറ്റപ്പെടുത്തലൊന്നുമില്ല. നേരത്തെ വരേണ്ടതായിരുന്നു, പക്ഷെ ട്രെയിൻ വൈകിയതുകൊണ്ട് നേരത്തെ വരാൻ കഴിഞ്ഞില്ല, അത്രയേ ഉള്ളൂ. ഷീ വുഡ് ഹാവ് അറൈവ്ഡ് ഏർലിയർ. അവൾ ഇപ്പോൾ എത്തിയിട്ടുണ്ടാവണം.
സംഭവിച്ചിട്ടുണ്ടാവും എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വിൽ ഹാവ് പ്ലസ് V3 ആണ്. വന്നിട്ടുണ്ടാവും എന്ന് പറയാൻ വിൽ ഹാവ് പ്ലസ് V3 ഉപയോഗിച്ചു. വന്നിട്ടുണ്ടാവണം, അവിടെ ഒരു ആവശ്യം ഉണ്ട്, അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഷുഡ് ഹാവ് പ്ലസ് V3 ആണ്. ഷീ ഷുഡ് ഹാവ് അറൈവ്ഡ് ബൈ നൗ. ഇതിന് കോണ്ടെക്സ്റ്റിനനുസരിച്ച് ഈ സെന്റൻസിന്റെ മീനിങ് മാറും. ഇതൊരു ഊഹമാവാം. ഷീ ഷുഡ് ഹാവ് അറൈവ്ഡ് ബൈ നൗ ഊഹമായിരിക്കാം. മറ്റൊരർത്ഥം കൂടി ഇതിനുണ്ട്. അവളിപ്പോൾ ഇവിടെ ഉണ്ടാവേണ്ടതല്ലേ, എന്തുകൊണ്ടില്ല? ഒരു ക്രിറ്റിസിസം. വരേണ്ടതായിരുന്നു, പക്ഷെ എന്തുകൊണ്ട് ഇനിയും ഇവിടെ എത്തിയിട്ടില്ല എന്നൊരു അർത്ഥത്തിലും നമുക്കിത് ഉപയോഗിക്കാം. ഷീ ഷുഡ് ഹാവ് അറൈവ്ഡ് ബൈ നൗ. വരേണ്ടതായിരുന്നുവല്ലോ, ഇനിയും എന്താണ് എത്തിയിട്ടില്ലാത്തത്? അങ്ങനെ പറയുമ്പോൾ അതിന് വന്നിട്ടില്ല എന്നാണ് അർത്ഥം. ഷീ ഷുഡ് ഹാവ് അറൈവ്ഡ് ബൈ നൗ. ഇതിനോടകം വരേണ്ടതായിരുന്നു, പക്ഷെ വന്നിട്ടില്ല. മറ്റേ മീനിങ് എന്താണ്? ഷീ ഷുഡ് ഹാവ് അറൈവ്ഡ് ബൈ നൗ. ഇപ്പോൾ വന്നിട്ടുണ്ടാവണം, എത്തിയിട്ടുണ്ടാവണം എന്നൊരു മീനിങ്ങിലും നമുക്കിത് ഉപയോഗിക്കാം. പലപ്പോഴും മോഡൽ വെർബ്സ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ശരിയായ മീനിങ് എന്താണെന്ന് അറിയാൻ നമ്മൾ ആ കോണ്ടെക്സ്റ്റ് കൂടി നോക്കണം. എങ്കിലേ നമുക്കത് കിട്ടുകയുള്ളൂ. ഷുഡിന് പകരം നമുക്കിവിടെ ought to ഉപയോഗിക്കാം. ഷീ ought to have arrived by now. അവൾ ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും. ഉറപ്പാണെങ്കിൽ മസ്റ്റ് ഉപയോഗിക്കാം. ഷീ മസ്റ്റ് ഹാവ് അറൈവ്ഡ് ബൈ നൗ. അല്ലെങ്കിൽ ഉറപ്പില്ലെങ്കിൽ ഷുഡ് ഉപയോഗിച്ചാൽ മതി. ഷീ ഷുഡ് ഹാവ് അറൈവ്ഡ് ബൈ നൗ. ഷീ മസ്റ്റ് ഹാവ് അറൈവ്ഡ് ബൈ നൗ. അവൾ ഇപ്പോൾ എത്തിയിട്ടുണ്ടാവാനിടയില്ല, അങ്ങനെ സംഭവിക്കാനിടയില്ല. അതിനെക്കുറിച്ച് പറയാൻ അത് ജോൺ ആവില്ല എന്ന് പറയാൻ കനോട്ട് അല്ലേ ഉപയോഗിച്ച്, അത് തന്നെ ഇവിടെ ഉപയോഗിക്കുന്നു. ഷീ കനോട്ട് ഹാവ് അറൈവ്ഡ് എറ്റ്. വന്നിട്ടുണ്ടാവാനിടയില്ല, അതിനുള്ള സമയമായിട്ടില്ല. ഇറ്റ് ഈസ് ടു ഏർലി. സമയമാവുന്നേ ഉള്ളൂ, നേരമായിട്ടില്ല. മോഡേൺ വേർബ്സ് ഉപയോഗിച്ച് എങ്ങനെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ പറയാം എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. മോഡൽസ് ശരിയായി ഉപയോഗിക്കാൻ അറിയുമെങ്കിൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് നല്ലതുപോലെ എഴുതാനും സംസാരിക്കാനും സാധിക്കൂ. മോഡൽ വേർബ്സിന് പല മീനിങ്സ് ഉണ്ട്. പലപ്പോഴും അതിന്റെ ശരിയായ മീനിങ് ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. നമ്മുടെ ഗ്രാമർ ആൻഡ് റൈറ്റിംഗ് കോഴ്സിനെ കുറിച്ച്, അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച്, IELTS പ്രിപ്പറേഷൻ കോഴ്സിനെ കുറിച്ചെല്ലാം അറിയാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും. ലെസൺ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ. താങ്ക് യു ഫോർ വാച്ചിങ്.